നമസ്കാരം. ബാക്കി പത്രത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് സാലു. മഴ പൊതുവെ സുഖദമായ ഒരു അനുഭവമാണ്. മലയാളിയുടെ ഓർമ്മകൾക്ക് മുകളിൽ മഴ ചാഞ്ഞും ചരിഞ്ഞും പെയ്യുന്നു. പതിഞ്ഞു പെയ്യാനും തകർത്തു പെയ്യാനും മഴയ്ക്കറിയാം. മഴയുടെ തണുപ്പിന് കുളിരു മാത്രമല്ല, ചിലപ്പോൾ മരണത്തിന്റെ മരവിപ്പുമുണ്ട്. ചിലപ്പോൾ മഴ അങ്ങനെയാണ്. തോരാതെ പെയ്യുന്ന ആരവങ്ങൾക്കൊടുവിൽ അത് ദുരന്തങ്ങൾ കരുതിവെക്കും. ജീവിതത്തിൻ്റെ വെളിനിലങ്ങളിലേക്ക്, മരണം പതിയിരിക്കുന്ന പുറമ്പോക്കുകളിലേക്ക് മഴ ആർത്തിയോടെ പെയ്തിറങ്ങും, ഒട്ടും നനച്ചിരിക്കാതെ. മൃദുഗന്ധമുറഞ്ഞ ഒരു മഴക്കാലത്തിൻ്റെ ഓർമ്മകളിലേക്ക്. കുടുംബവും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെയാണ് ഒരാളുടെ ജീവിതം, ഒരാളുടെ ലോകം. ഒറ്റ നിമിഷം കൊണ്ട് അവരെയൊക്കെ നഷ്ടപ്പെട്ടാൽ ഇല്ലാതെയാകുന്നത് സ്വന്തം ജീവിതം തന്നെയാണ്. തോമസ് ഏട്ടൻ, അമ്പൂരി ദുരന്തം ബാക്കിയാക്കിയ ജീവിതം. ഒരു ദുരന്തം ഒറ്റയാക്കിയ ജീവിതമാണ് തോമസിൻ്റേത്. അത് നമുക്ക് മുന്നിൽ ജീവിതത്തിൻ്റെ നിസ്സഹായത കാട്ടിത്തരുന്നു. 2001 നവംബർ 9 വെള്ളിയാഴ്ച അമ്പൂരിയിലെ പൂച്ചമുക്കിലുള്ള CD തോമസിൻ്റെ വീട്ടിൽ ബന്ധുക്കൾ ഒത്തുകൂടുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയവർ പിറ്റേ ദിവസം നടക്കാനിരിക്കുന്ന മനസ്സമ്മതത്തിൽ പങ്കെടുക്കാനാണ്. CD തോമസിൻ്റെ മകൻ്റെ മനസ്സമ്മതം. ഒരു ഉത്സവത്തിൻ്റെ ധന്യത നിറഞ്ഞ മുഹൂർത്തം. പെട്ടെന്ന് ഇരുളിൽ പെയ്തിറങ്ങിയ മഴയ്ക്കൊപ്പം വീടിനു പിന്നിലെ കുരിശുമലയുടെ നല്ലൊരു ഭാഗം അടർന്ന് താഴേക്ക് പതിക്കുന്നു. ജീവൻ ഞെരിഞ്ഞമർന്നു പോയ നിമിഷം. നിലവിളികൾക്ക് പോലും ഇടം കൊടുക്കാതെ എത്തിയ ദുരന്തം. 38 പേർ മരിച്ചു. നിരവധി വീടുകൾ തകർന്നു. കൃഷി നശിച്ചു. എൻ്റെ മകൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസം ഇങ്ങനെ ഇവിടെ എടത്തുവ, കാഞ്ഞിരപ്പള്ളി, പിന്നെ എൻ്റെ അനിയനും കുടുംബവും എല്ലാവരും കൂടെ ഇവിടെ ഒരു ഉച്ച കഴിഞ്ഞപ്പം തൊട്ടേ വരാൻ തുടങ്ങി. അതിൻ്റെ ആ സന്തോഷത്തിലും ഇതിൻ്റെ പിറ്റേ ദിവസത്തെ ഇതിൻ്റെ ഈ എൻഗേജ്മെൻറ്റിൻ്റെ ആ ഇതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ശ്രമങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടി. ഒരു 6-6:30 ആയപ്പോഴത്തേനും അതിഭയങ്കരമായ മഴ തുടങ്ങി. മഴയും ഇടിവെട്ടലും ഒരു ഭീകര അന്തരീക്ഷം തന്നെ ആയിരുന്നു അന്നത്തെ ദിവസം. ഒരു 8:45 കൂടി എന്തോ സംഭവിക്കും പോലെ ഒരു വലിയ സൗണ്ടും ഒച്ചയൊക്കെ കൂടെ കേട്ടു. അങ്ങനെ ഒച്ച കേട്ടിട്ട് പിന്നെ കുറച്ച് സമയത്തേന് എന്താണ് എന്ന് അറിയാൻ പറ്റിയില്ല. പരിസര ബോധം നഷ്ടപ്പെട്ടതുപോലെ ആയിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് സൗണ്ടുമൊക്കെ എടുത്ത് ഒച്ചയൊക്കെ ഇട്ടപ്പോൾ ഈ അടുത്ത വീട്ടിലെ ആൾക്കാരും ഒക്കെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് വിളിച്ച് പറഞ്ഞൊക്കെ ഇങ്ങനെ ആൾ കൂട്ടി. മറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഏതൊക്കെ ചെയ്യണം പോലീസിലും എല്ലാം അറിയിച്ചു. അങ്ങനെ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമൊക്കെ തുടങ്ങി. എന്നെ ആശുപത്രിയിൽ ആംബുലൻസ് കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളതൊക്കെ. 4-ാമത്തെ ദിവസമാണ് ബോധം വീണത്. അത് ഇപ്പോഴേ ബോധം വീണ് കഴിഞ്ഞ്
ഇങ്ങനെ 2-3 സിസ്റ്റർമാരും കന്യാസ്ത്രീ സിസ്റ്ററും ഒക്കെ കൂടെ വന്ന് ചുറ്റും ഇരുന്നേച്ച് എന്നോട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചു. അപ്പം തോമസ് ചേട്ടൻ്റെ എല്ലാം സ്വന്തക്കാരും ബാക്കി വീടോ മറ്റെല്ലാ ഇതും നഷ്ടപ്പെട്ടെന്നും തോമസ് ചേട്ടൻ വിശ്വസിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ സംഭവിച്ചിരിക്കുകയാണ്. പിന്നെ അവർ അടുത്തിരുന്ന് ഓരോരോ മറ്റു കാര്യങ്ങൾ ഈ ഇങ്ങനെ ഓരോ ദുരന്തങ്ങൾ വേറെ വന്നതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഒത്തിരി നേരം ഇരുന്ന് സംസാരിച്ച് മനസ്സിനൊരു സമാധാനം ഉണ്ടാക്കി തന്ന് ഞാൻ ഉറങ്ങിയ പിന്നെയാണ് അവർ എൻ്റെ അടുത്തുനിന്ന് പോയതെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഈ സംഭവം നടക്കുന്ന ദിവസം ഈ മഴ തുടങ്ങിക്കഴിഞ്ഞിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ വെളിയിലോട്ട് ഇറങ്ങത്തില്ലാത്ത രീതിയിലുള്ള അതിഭയങ്കര മഴയായിരുന്നു. ഞങ്ങളൊക്കെ ഇവിടെ ആഹാരം കഴിച്ചു കഴിഞ്ഞുള്ള സമയം ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലാസ്റ്റിൽ ഈ മഴയത്ത് അതിശക്തമായ മഴയത്ത് വന്നു കയറിയത് എൻ്റെ അനിയൻ്റെ ഒരു മൂത്ത മകനാണ്. അവൻ വന്ന് കയറി കതക് അടച്ചു. ഈ സംഭവം ഉണ്ടായി. ഇത്രയൊക്കെ എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ളൂ. ദുരന്തങ്ങൾക്കും മരണത്തിനുമൊന്നും ഹൃദയത്തിൽ ജീവിക്കുന്നവരെ അടർത്തി മാറ്റുവാൻ കഴിയുകയില്ല. തകർന്നു പോകുന്നവർക്ക്, തളർന്നു പോകുന്നവർക്ക് പിടിച്ചു നിൽക്കുവാൻ എപ്പോഴും ഒരിടമെങ്കിലും ബാക്കിയുണ്ടാകും. കാലം കവർന്നെടുത്ത ഉറ്റവരൊക്കെയും തോമസ് ഏട്ടന്റെ പ്രാർത്ഥനകളിൽ ഒരു സങ്കീർത്തനം പോലെ ഇപ്പോഴും വന്നു നിറയുകയാണ്. അതിജീവനത്തിന്റെ കഥയാണ് തോമസിൻ്റേത്. ഭാര്യ, മക്കൾ, കൊച്ചുമക്കൾ എന്നിവരുൾപ്പെടെ ഉറ്റവരെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് വേർപെട്ടപ്പോൾ ഒറ്റയായി പോയതാണ് ഈ ജീവിതം. എത്ര ഏകാന്തമാണ് ഓരോ ജന്മവും എന്ന് തിരിച്ചറിഞ്ഞതാണ്. ഏകാന്തമായ ജന്മത്തിൻ്റെ ശൂന്യതയ്ക്ക് മേൽ അയാൾ പ്രാർത്ഥനകളുടെ മെഴുകുതിരികൾ കൊളുത്തിവെച്ചു. തൻ്റെ തൂവൽ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയം ആയിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഒരു ദിവസവും അവരെ ഓർക്കാതെ കടന്നു പോകുകയില്ല. പക്ഷെ അത് എനിക്ക് ഒത്തിരി ഓരോരോ കാര്യങ്ങൾക്ക് ഒത്തിരി പ്രചോദനം ആകുന്നുണ്ട്. വീട് ഇങ്ങനെ ഉരുൾപൊട്ടി വന്ന് എല്ലാം കൂടെ ഈ അടിച്ചില് വീഴും പോലെ വീണ് എല്ലാം ഇതിൻ്റെ അടിയിൽ പോയി എങ്ങനെയോ എല്ലാ ബീമിൻ്റെ ഒക്കെ താങ്ങോ അല്ലെങ്കിൽ അടിയിൽ നിന്ന് തറ മുട്ടാതെ ഭാഗങ്ങൾ ഉണ്ടായിരുന്ന ഇടയ്ക്കോ വല്ലതായിരിക്കും ഞാൻ ഇരുന്നതെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് ഞങ്ങൾ 2 പേര് ഒരു സെറ്റിയിലിരുന്ന 2 പേരിൽ ഞാൻ മാത്രം അവശേഷിച്ചു. അനിയൻ മരിച്ചു. പ്രകൃതിരമണീയമായ അമ്പൂരി എങ്ങനെയാണ് ഒരു ദുരന്ത ഭൂമിയായി മാറിയത്? കുടിയേറ്റത്തിന് ശേഷം യാതൊരു വിവേചനവുമില്ലാതെ, യാതൊരു വിചിന്തനവുമില്ലാതെ ഭൂമിയെ ചൂഷണം ചെയ്തതാണ് ഇതിനു കാരണം. ഭൂമിയുടെയും മണ്ണിൻ്റെയും ഘടന മനസ്സിലാക്കാതെയുള്ള കൃഷിരീതിയും നിർമ്മാണ പ്രവർത്തനങ്ങളും ദുരന്തം ക്ഷണിച്ചു വരുത്തുകയായിരുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അമ്പൂരി തിരുവനന്തപുരം ജില്ലയിലെ ഒരു കുടിയേറ്റ ഗ്രാമം. കേരളാതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമത്തിൽ 1947 മുൻപ് തന്നെ കുടിയേറ്റം ആരംഭിച്ചിരുന്നു. കോട്ടയം, പാല എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു പ്രധാനമായും കുടിയേറിയവർ. ഇടുക്കി ജില്ലയോട് സാമ്യമുള്ള ഭൂപ്രകൃതിയും മണ്ണും കൃഷിക്ക് അനുയോജ്യമായിരുന്നു. കുടിയേറ്റ കർഷകർ മലകൾ താണ്ടി കാടുകൾ വെട്ടിത്തെളിച്ച് കൃഷിയിറക്കി. ഇവിടെ സമൃദ്ധമായ നെൽകൃഷി വരെ ഉണ്ടായിരുന്നു. ജലലഭ്യതയും സമൃദ്ധിയും അമ്പൂരിയെ സമ്പന്നമായ കൃഷിയിടങ്ങളാക്കി. പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച ഒരു ആദിവാസി സമൂഹത്തിൻ്റെതായിരുന്നു അമ്പൂരി. അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമിയുടെ അവകാശികൾ. മനുഷ്യൻ്റെ ദയാരഹിതമായ കടന്നുകയറ്റം പ്രകൃതിയുടെ താളം തെറ്റിച്ചു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യമാണ് ജീവിതത്തിന് ആധാരം. അത് തിരിച്ചറിയുവാൻ പ്രകൃതി ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്താറുണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയങ്കരമായ ഉരുൾപൊട്ടൽ നടന്നത് 2001 നവംബർ 9 അമ്പൂരിയിൽ നടന്ന ഉരുൾപൊട്ടലാണ്. അന്ന് രാവിലെ 8 മണി മുതൽ
ഏകദേശം രാത്രി 8 മണി വരെ പെയ്ത ഒരു ഭയങ്കരമായ അതിശക്തമായ മഴയാണ് അതിന് കാരണമായി വന്നിരിക്കുന്നത്. ഇതുകൂടാതെ ഇതിന് യോജിച്ച ഒരു പ്രകൃതിയും അമ്പൂരിക്കുണ്ടായിരുന്നു. അവിടുത്തെ സ്ലോപ്പ് അല്ലെങ്കിൽ ചരിവ്, ഭൂമിയുടെ ചരിവ് ഏകദേശം 30 ഡിഗ്രിയോളം ഉണ്ടായിരുന്നു. കൂടാതെ അതിൽ ഉണ്ടായിരിക്കുന്ന മണ്ണിൻ്റെ ഘനം ഏകദേശം 2 മീറ്ററിലധികം ഉണ്ടായിരുന്നു. ഇതിലേറ്റവും ഉപരിയായി വെള്ളം കടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നാം അവിടെ ചെയ്ത ഭൂവിനിയോഗമാണ് അമ്പൂരി ഉരുൾപൊട്ടലിന് കാരണമായി എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സാധാരണയായി വികസന പ്രവർത്തനങ്ങൾ എന്ന് നാം ഉദ്ദേശിക്കുമ്പോൾ നാം പെട്ടെന്ന് മനസ്സിൽ വരുന്നത് റോഡ് നിർമ്മാണം മുതലായ കാര്യങ്ങളാണ്. അമ്പൂരിയിലും സംഭവിച്ച അത് തന്നെയാണ്. റോഡ് നിർമ്മാണത്തിൽ നാം വിസ്മരിക്കപ്പെട്ടു പോയ ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവിടെ ആ ഉരുൾപൊട്ടലുണ്ടായത്. അതുവഴി നിർഗമിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിയാലുള്ള ഒരു ജല നിർഗമന മാർഗം അല്ലെങ്കിൽ ചെറിയ ചാലിനെ കെട്ടിയടച്ച് കൊണ്ടുണ്ടാക്കിയ ഒരു റോഡ് കാരണമാണ് അമ്പൂരിയുടെ ആ ഉരുൾപൊട്ടൽ ഉണ്ടായത്. നമ്മൾ ഇംഗ്ലീഷിൽ ടോപ്പോഗ്രാഫിക് ഹോളോസ് എന്നോ അല്ലെങ്കിൽ ചെറു ചാലുകളെന്നോ മലയാളത്തിൽ വേണമെങ്കിൽ അതിനെ നമുക്ക് പറയാം. ഇത്തരം ചാലുകൾ നാം ഭൂവിനിയോഗം കൊണ്ട് അടയ്ക്കപ്പെട്ടു പോകുന്നു. അത് നാം പിന്നെ അത് കാണാൻ പറ്റാതെ ആവുന്നു. പക്ഷേ ഭൂമിയുടെ അടിയിൽ ഇത്തരം പ്രദേശങ്ങളിൽ മഴക്കാലത്ത് ധാരാളം വെള്ളം അടിയുന്നുണ്ട്. ഇത് നാം തടഞ്ഞു വയ്ക്കുമ്പോൾ അതൊരു വലിയ ശക്തിയായി അത് പൊട്ടി താഴേക്ക് വരുന്ന ഒരു പ്രക്രിയയാണ് അന്ന് അവിടെ നടന്നത്. അന്ന് നഷ്ടപ്പെട്ട ഒരു കുടുംബം തന്നെ നഷ്ടപ്പെട്ട ശ്രീ തോമസിൻ്റെ വീടും പറമ്പും ഇരുന്നത് ആ ചാലിരുന്ന ഒരു സ്ഥലത്താണിരുന്നത്. അതുകൊണ്ടാണ് ആ പൊട്ടി ഒഴുകി വന്ന് ആ വീടിനെയും കൂടെ എടുത്തുകൊണ്ട് ആ ഉരുൾ കടന്നു പോയത്. അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരം ചെറു ചാലുകളെ നാം കണ്ടെത്തി അതിനെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. കാരണം മൺസൂൺ തുടങ്ങി അധികം മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്ത വെള്ളം നാം ഒഴുക്കിക്കളയുക തന്നെ ചെയ്യണം. അത് ഒരു തത്വമായിട്ട് നാം മനസ്സിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നാം ഇത്തരത്തിലുള്ള വലിയ വിപത്തുകളെ നമുക്ക് ലഘൂകരിക്കാൻ കഴിയും. കണ്ടാലും കൊണ്ടാലും നമ്മൾ പഠിക്കില്ല. കേരളത്തിലെ ഏറ്റവും ഭീകരമായ ഉരുൾപൊട്ടലുണ്ടായ അമ്പൂരിയിൽ പോലും ദയാരഹിതമായി ഭൂമിയെ നമ്മൾ ചൂഷണം ചെയ്യുകയാണ്. കാലം ഇനിയും ദുരന്തങ്ങൾ കാത്തുവച്ചിട്ടില്ല എന്ന് ആര് കണ്ടു? പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി തന്നെയാണ് ജീവിതം മുന്നോട്ടു പോകുന്നത്. പക്ഷേ അതിനൊരു നീതിയും വ്യവസ്ഥയും വേണം. ഉഷ്ണം പുകയുന്ന ജീവിതത്തിൻ്റെ വെളിനിലങ്ങളിൽ ഇന്ന് നീരുറവുകളെല്ലാം വറ്റിപ്പോയിരിക്കുന്നു. തെളിമയുള്ള വെള്ളവും മണ്ണും ആകാശവും ഇവിടെ അന്യമായിരിക്കുന്നു. ഭൂവിനിയോഗത്തിൽ വന്ന പിഴവുകളാണ് അമ്പൂരിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിന് കാരണമായി കണക്കാക്കുന്നത്. പ്രകൃതിയെ നോവിക്കാതെ മലിനപ്പെടുത്താതെയുള്ള കൃഷിരീതികളാണ് അമ്പൂരിക്ക് ആവശ്യം എന്ന് പഠനം വെളിപ്പെടുത്തുന്നു. അമ്പൂരി പഞ്ചായത്തിലെ പുറത്തിപ്പാറ വാർഡിൽ താമസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ പ്രദേശമെന്ന് പറഞ്ഞാൽ പാരിസ്ഥിതികമായി വളരെ ദുർബലമായൊരു പ്രദേശമാണ്. ഈ പ്രദേശം ചുറ്റും കോട്ടകളാൽ, പാറ കൊണ്ട് ഒരു കോട്ട പോലെ സംരക്ഷിതമായൊരു പ്രദേശം. ഇവിടെ മുമ്പ് വളരെ സമൃദ്ധമായ വിധത്തിൽ ജലമുണ്ടായിരുന്നു. പിന്നെ കിണറുകളായാലും കൈത്തോടുകളായാലും മറ്റു നീരുറവകളായാലും സമൃദ്ധമായിട്ടുണ്ടായിരുന്നു. ജലക്ഷാമം ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു ഇത്. പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല. ഇന്ന് ഇവിടെ ഉണ്ടായിരുന്ന കൈത്തോടുകൾ മുഴുവൻ വറ്റി, ജലക്ഷാമം ഏറ്റവും രൂക്ഷമായി. അപ്പോൾ അങ്ങനെ ജീവിതം തന്നെ അസാധ്യമായ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് ഇവിടെ മാറിയിരിക്കുകയാണ്. ഇവിടെ പിന്നെ ഒരു കൈത്തോടുണ്ടായിരുന്നു മുമ്പ്. ഈ പാറയുടെ മുകളിൽ നിന്ന് ഉത്ഭവിച്ച് ഇങ്ങനെ താഴോട്ട് ഒഴുകി മാടശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി കരമനയാറ്റിൽ പ്രവേശിക്കുന്ന ഒരു കൈത്തോടുണ്ടായിരുന്നു. ആ തോടിന്ന് വറ്റി വരേണ്ട അവസ്ഥയിലാണ്. മാത്രമല്ല ഇവിടുത്തെ മറ്റൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ പല പ്രാവശ്യം ഇവിടെ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. അതായത് പിന്നെ 3-4 പ്രാവശ്യം, എൻ്റെ ഓർമ്മയിൽ തന്നെ 3-4 പ്രാവശ്യം ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്.
പക്ഷേ അന്നൊന്നും വലിയ ആൾനാശമൊന്നും ഉണ്ടായിട്ടില്ല. അന്നും അത്രയും ജനവാസം ഒരുപക്ഷെ കുറവായതുകൊണ്ടായിരിക്കാം പിന്നെ വലിയ ആൾനാശമൊന്നും ഉണ്ടാകാത്ത വിധത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രദേശത്ത് ഇന്ന് വളരെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നിലനിൽക്കുകയാണ്. ഇത് അമ്പൂരിയിലെ ഒരു കരിങ്കൽ ക്വാറിയാണ്. ഇവിടെ സമൃദ്ധമായി കരിങ്കൽ ഖനനം നടന്നു വന്നിരുന്നു. പൊതുജനങ്ങളുടെ ഇടപെടലിനെ തുടർന്ന് തൽക്കാലം നിർത്തിവച്ചിരിക്കുന്നു. ഖനനം പുനരാരംഭിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ സജീവമായി നടക്കുന്നു. അമ്പൂരിയുടെ പ്രകൃതിക്ക് താങ്ങാനാവുന്നതല്ല ഇത്തരം ഖനനങ്ങൾ. ഖനനം മൂലം ഇല്ലാതായ ചെറുതോടാണിത്. ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും ഒത്താശയോടെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കേരളമാകെ നടന്നുവരുന്നത്. മണ്ണും ജലവും അളന്നു വിൽക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന ബോധ്യം ഇത്തരം പ്രവർത്തനങ്ങളുടെ ആക്കം കൂട്ടുന്നു. ദുരന്തങ്ങളിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. ജലപൂരിതമായ അവസ്ഥയിൽ ഖനനം പോലുള്ള പ്രവൃത്തികൾ നടക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന വൈബ്രേഷൻസ് അല്ലെങ്കിൽ തരംഗങ്ങൾ എത്രമാത്രം ആ സ്ഥലത്തെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന് പഠനം ആവശ്യമാണ്. അതനുസരിച്ച് ഒരു സേഫ് ഡിസ്റ്റൻസ് കണക്കാക്കി ഇതിന് ഉള്ള മാനദണ്ഡങ്ങൾ ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് വേണം ഇത്തരം ക്വാറികൾ പ്രവർത്തിക്കാൻ. കാരണം ഇത്തരം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഏരിയയ്ക്ക് വളരെ അടുത്ത് വരാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ചില മാനദണ്ഡങ്ങൾ നമുക്ക് ഇപ്പോൾ പുതിയ എൻവയൺമെൻറ്റ് മിനിസ്ട്രിയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് വേണം ഇത് ഇത്തരം പ്രവൃത്തികൾക്ക് അനുമതി നൽകുവാൻ. കൂടാതെ നമ്മൾ അവിടെ അമ്പൂരി പോലുള്ള പ്രദേശങ്ങളിൽ തട്ടുതട്ടായിട്ടുള്ള കൃഷി രീതിയാണ് അവിടെ ആൾക്കാർ അവലംബിച്ചിരിക്കുന്നത്. ഇത്തരം തട്ടുതട്ടായിട്ടുള്ള കൃഷി രീതികൾ ചെയ്യുമ്പോൾ പ്രകൃതിയാ ഉള്ള ഈ ജലസ്രോതസ്സുകളെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ വേണം ചെയ്യുവാൻ. കൂടാതെ ഈ തട്ടുകൾക്ക് വെള്ളം നിർഗമിക്കാനുള്ള ഒരു വഴിയും നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ റബ്ബറും തെങ്ങും പോലുള്ള ആ കൃഷികൾ അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജസ് ആദ്യ സമയങ്ങളിൽ നാം ഒരു പിറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇത്തരം സ്ലോപ്പുകൾ വയ്ക്കുന്നത്. ഇത്തരം പിറ്റുകൾ മഴക്കുഴി പോലെ ആക്ട് ചെയ്യും. അത്തരം സന്ദർഭങ്ങൾ നാം കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കേണ്ടി വരും. കുറച്ചുകൂടെ കെയർഫുള്ളായിരിക്കണം അതിന് അടുത്ത് താമസിക്കുന്ന ആൾക്കാർ. കാരണം അതൊരു ആ സമയത്ത് ഒരു അതിശക്തമായൊരു മഴ പെയ്യുകയാണെങ്കിൽ ആ പ്രദേശമായിരിക്കും ആദ്യം ജലപൂരിതമായിട്ട് ഒരു അവസ്ഥയെ കൊണ്ട് എത്തിക്കുന്നത്. ദുരന്തങ്ങൾ ബാക്കി വയ്ക്കുന്നത് വിഷാദത്തിൻ്റെയും വേദനയുടെയും ദുരിതപർവങ്ങളാണ്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നെങ്കിലും ഉറ്റവർക്കൊപ്പം പണ്ടേ മരണപ്പെട്ടുപോയ തോമസ് ഏട്ടൻ്റെ ജീവിതം ഹൃദയം നീറ്റുന്ന വേദനയാകുന്നു. ദുരന്തങ്ങൾക്ക് മുന്നിൽ നാം പലപ്പോഴും കാഴ്ചക്കാരായി നിന്നുപോകുന്നു, നിസ്സഹായതയുടെ. അമ്പൂരിയിലെ തോമസും അങ്ങനെ തന്നെ. ഉറ്റവരെല്ലാം തൊട്ടരികിലൂടെ ഒരു വിലാപയാത്രയായി കടന്നുപോയപ്പോഴും ഈ മണ്ണിനെ നെഞ്ചോട് ചേർത്ത് ഇവിടെ നിലനിൽക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതൊരു മാതൃകയാണ്. വിലാപങ്ങൾ വാപിളർക്കുന്ന മണ്ണിൽ അതിജീവനത്തിൻ്റെ വഴികൾ അന്വേഷിക്കുന്ന ഏതൊരാൾക്കും തോമസ് ചേട്ടൻ ഒരു മാതൃക തന്നെയാണ്. സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ഒരു മാതൃക. നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് വരുന്നതും ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നതും. ജനിച്ചു പോയാൽ എല്ലാ ജീവജാലങ്ങൾക്കും മരണമുണ്ട്. മരങ്ങൾക്ക് പോലും മരണമുണ്ട്. അതിനൊരു പരിധി വരേ ഉള്ളൂ ഈ ലോകത്തിൽ എല്ലാത്തിനും. അപ്പോൾ അവൻ്റെ സമയം എത്തുമ്പോൾ അവൻ പോയേ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഈ ഓരോരുത്തർ പറഞ്ഞതെന്നും ഒക്കെ മനസ്സിലാക്കി തന്ന ഉപദേശങ്ങൾ കൊണ്ട് ഞാനിത് മനസ്സിലാക്കി വച്ചിരിക്കുന്നു. മഴക്കാലമായാൽ കേരളത്തിന്റെ മലയോര ഗ്രാമങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഭീതിയാണ് ഉരുൾപൊട്ടൽ. എന്നിട്ടും പ്രകൃതിയുടെ സ്വച്ഛതയെ നാം നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഭൂഗർഭ ജലവിധാനങ്ങളുടെ കാണാക്കയങ്ങളെ നാം പ്രകോപിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. വരും തലമുറയ്ക്കായി നമ്മൾ ബാങ്ക് ബാലൻസും സമ്പത്തും ഒക്കെ കരുതി വയ്ക്കും. പക്ഷേ അവർക്ക് സുരക്ഷിതമായി ജീവിക്കുവാൻ ഒരു തുണ്ട് ഭൂമി പോലും ഉണ്ടാവുകയില്ല. മലിനമാകാത്ത വായു ഉണ്ടാവുകയില്ല. ശുദ്ധജലം ഉണ്ടാവുകയില്ല. വരുന്ന തലമുറയ്ക്കായി, നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി മണ്ണിൻ്റെയും മനസ്സിൻ്റെയും ഒരു പച്ചത്തുരുത്തെങ്കിലും ബാക്കി വെക്കണം എന്ന പ്രാർത്ഥനയോടെ ബാക്കി പത്രത്തിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.